നമസ്കാരം. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസം തന്നെയാണ് കർക്കിടക വാവ്. ഈ വർഷത്തെ കർക്കിടക വാവിന്റെ തിഥി അവസാനിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പിതൃക്കളുടെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതായ ഒരു ദിവസം തന്നെയാക്കുന്നു. പൂർവികർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും ജീവിതത്തിൽ അങ്ങോളം അവരുടെ അനുഗ്രഹം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ തേടുകയും ചെയ്യുന്ന ഒരു ദിവസമായി കർക്കിടക വാവിനെ പരാമർശിക്കാം. അമാവാസി ദിനമായതിനാൽ തന്നെ ഈ ദിവസത്തിൽ ബലിതർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമാണ്. കർക്കിടക വാവിന് ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് 12 രാശിക്കാരിൽ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ പിതൃക്കൾ മൂലം ലഭിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ പിതൃക്കളുടെ പ്രത്യേകമായ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാകുന്നു. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശി കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഇവർക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ പിതൃക്കളുമായി ബന്ധപ്പെട്ട് ഈ കർക്കിടക വാവിന് ശേഷം ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. അത്രമേൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പിതൃക്കൾ അനുഗ്രഹമായി ഇവർക്ക് മേൽ ചുരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്രമേൽ അനുഗ്രഹമാണ് ചുരിഞ്ഞിരിക്കുന്നത് എന്നതാണ് വാസ്തവം. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യം, സന്തോഷം, സമാധാനം എന്നിവ കടന്നു വരുന്നു അല്ലെങ്കിൽ നിറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസ്വാരസ്യങ്ങളോ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുകയോ മുൻകൈയെടുത്ത് പരിഹരിക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുമുള്ള മാറ്റങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. കുടുംബ ജീവിതത്തിലും ഈ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തി അത് ഏതൊരു കർമ്മവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾക്ക് അതിൽ ഉയർച്ച നേടുവാൻ അല്ലെങ്കിൽ മികച്ചു നിൽക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ നിങ്ങൾക്ക് കുടുംബസൗഖ്യം, സുഹൃത്തുക്കളുടെ പിന്തുണ, സന്താന ശ്രേയസ് എന്നിവ സൽഫലങ്ങളായി പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഭൗതിക രംഗത്തും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. പല കാര്യങ്ങളും ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. അധികാരമുള്ള പദവികൾ, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ദുർബോധനകൾക്ക് വശംവദരാകാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ ആ കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടോ വന്ന് ചേരാവുന്നതാണ്. മംഗളകർമ്മങ്ങൾ പോലും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. തീർച്ചയായും പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ധനു രാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതൃക്കളുടെ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുന്നതായ ഒരു സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഇവരെ ഭരിക്കുന്നത് വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും നിറഞ്ഞ് നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. മാത്രമല്ല വ്യാഴത്തിന്റെ ഊർജം പൂർവികരുടെ ഊർജവുമായി ചേർന്ന് അത് ജീവിതത്തിൽ മാറ്റങ്ങൾ, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് വ്യക്തിപരമായി അനുകൂലമായി ഭവിക്കാവുന്നതാണ്.
സാമ്പത്തികപരമായ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാവുന്നതുമാണ്. പൂർവിക അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതലായും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾക്ക് ക്ഷമയും ശക്തിയും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ പല കോണിൽ നിന്നും ജ്ഞാനം, സാമ്പത്തിക ഉയർച്ച, കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങളിൽ പോലും നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളെ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. കൂടാതെ ഇവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തന്നെ കടന്നു വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്ന പല കാര്യങ്ങളും വന്നു ചേരും. വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, കടം വീട്ടുവാനുള്ള ഉത്സാഹം വന്നു ചേരുക, പല കാര്യങ്ങളിലും വിശ്വാസപൂർവം മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും. ഏതൊരു കാര്യത്തിലും നീതിയുടെ പക്ഷത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉത്സാഹം അല്ലെങ്കിൽ പ്രവൃത്തികൾ തൊഴിലുമായി ബന്ധപ്പെട്ടും ബിസിനസ് പരമായും പ്രതിഫലനം കാണുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. പലരുടെയും പിന്തുണ ലഭിക്കുകയും തന്ത്രങ്ങൾ ഫലം കണ്ട് തുടങ്ങുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം. കുടുംബകാര്യങ്ങളിൽ സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കും. സൗഹൃദ ഗുണം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. യാത്രകൾ മൂലം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. തൊഴിൽപരമായ സാധ്യതകൾ വർദ്ധിക്കും. അത് വിദേശത്തോ നാട്ടിലോ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. പൊതുവിൽ നിങ്ങൾക്ക് പിതൃക്കളുടെ അനുഗ്രഹത്താൽ ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയായി മാറും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതൃക്കളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പിതൃക്കൾ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കാര്യസിദ്ധി വന്നു ചേരുന്ന സമയമാണ്. മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അതിനെ നിങ്ങൾക്ക് അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കും. സ്ഥാനലബ്ധി, പുതിയ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ അല്പം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ക്രയവിക്രയങ്ങളിൽ അനുകൂലത വന്നു ചേരാവുന്നതാണ്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്നു ചേരാം. ആലസ്യം നീങ്ങി മനസ്സ് പ്രവർത്തന സജ്ജമായി തീരുന്ന സമയമാണ്. കുടുംബ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ട് സാമാന്യമായ പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരാവുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിച്ചതായ സഹായധനം പോലും വന്നു ചേരാം. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ശത്രുക്കളെ പോലും നിങ്ങൾക്ക് തരണം ചെയ്ത് അല്ലെങ്കിൽ ശത്രു വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. സ്വാധീന ശക്തി വന്നു ചേരുന്ന സമയമാണ്. ഉന്നതരുടെ പിന്തുണ ലഭിക്കാവുന്നതായ സാഹചര്യമുണ്ട്. ദൗത്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വ്യാപാരത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കപ്പെടുന്ന സമയമാണ്. കൂടാതെ ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, പല പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. സാമ്പത്തിക സ്ഥിതി മോശമാകില്ല എന്നുള്ളതാണ്. സഹായധനം പോലും പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. മാനസികമായി കരുത്ത് നേടുവാൻ സാധിക്കുകയും സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവരുമായുള്ള പ്രശ്നങ്ങൾ പോലും അനുരഞ്ജനത്തിൽ എത്തിക്കുവാൻ സാധിക്കും. അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ സമാധാനക്കുറവ് പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം തന്നെയാണ്. പിതൃക്കളുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ പിതൃക്കൾ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നതായ സമയം തന്നെയാകുന്നു. കുംഭം രാശി.
കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതൃക്കളുടെ അനുഗ്രഹം ജീവിതത്തിൽ കടന്നു വരികയും അതൊരു നിമിത്തമായി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കുംഭം രാശിക്കാരെ ഭരിക്കുന്നത് ശനിയാണ്. ഇവർ അതുകൊണ്ട് തന്നെ എപ്പോഴും കർമ്മരംഗത്ത് പൂർവികരുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല 2025 കുംഭം രാശിക്കാർക്ക് ശനി അനുകൂലമായി വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ നിറയുകയും ചെയ്യുന്ന സമയമായി മാറാം. കർമ്മങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്നുള്ളതാണ്. പൂർവികരുടെ കടാക്ഷം, അനുഗ്രഹം നിമിത്തം പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു. തൊഴിൽപരമായ ഉയർച്ചയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തേടി എത്തുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും സാക്ഷാൽ പിതൃക്കളുടെ അനുഗ്രഹം ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാണ്. പ്രധാനമായും ശനി ബീജമന്ത്രം വീടിന്റെ പുറത്തിരുന്ന് ജപിക്കുന്നതും കാക്കകൾക്ക് നിങ്ങൾ ആഹാരം നൽകി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. കൂടാതെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമായി ഭവിക്കും എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുകയും വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും പല വിധത്തിലുള്ള ചതികളോ അവഗണനകളോ നിങ്ങൾക്ക് നേരിടേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് അർഹമായ പല കാര്യങ്ങളുമുണ്ട്, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമാണ് കൂടുതലായും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ചെയ്യാത്തതായ കുറ്റങ്ങൾക്ക് മാനഹാനി, കുറ്റപ്പെടുത്തലുകൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഇത്തരം പ്രശ്നങ്ങൾക്ക് തന്നെ കൂടുതലായും പരിഹാരം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പിതൃക്കൾ അനുഗ്രഹം ചുരിഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.